ഒരു മര്യാദയൊക്കെ വേണ്ടേടേ. ഇങ്ങനെ പാർട്ടിയെ നാണം കെടുത്തി ഒടുവിൽ പാർട്ടിക്ക് തലയും മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞു വരുന്നത് CPM എന്ന പാർട്ടിയെക്കുറിച്ചാണ്. പിണറായി വിജയൻ 3.0 അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ്. CPM അണികളും ഗോവിന്ദൻ മാഷും നേതാക്കന്മാരും ഒക്കെ എങ്ങനെയെങ്കിലും ശബരിമല വിഷയമൊന്നും ഇല്ലാതാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് അവസാനം രാഹുൽ മാങ്കൂട്ടം ജാമ്യം കിട്ടി പുറത്തു വന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദിച്ച പെണ്ണുങ്ങളൊക്കെ ഇപ്പോ വിപ്രാളപ്പെട്ട് കണ്ടം വഴി ഓടുന്നു എന്നാണ് കേട്ടത്. ഞാൻ അതിജീവിതമാരെ കുറിച്ചല്ല പറയുന്നത്, അല്ലാതെ കുറെ എണ്ണം ഉണ്ടല്ലോ. ഇറങ്ങിയതൊക്കെ ഇവ മാളത്തിൽ ഒളിച്ചു എന്നാണ് പറയുന്നത്. ഒരു ചേച്ചി ഇപ്പൊ കാണാനില്ല, കണ്ടുകിട്ടുന്നവർ ഒന്ന് അറിയിക്കണേ എന്നും പറഞ്ഞ് പലരും പോസ്റ്റും ഇടുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇവരെ ആരെക്കുറിച്ചുമല്ല. യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ചിന്താ ജെറോം ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയാണ് CPMലെ നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കം പലരും. ഗോവിന്ദൻ മാഷ് അടക്കം പറ്റുമെങ്കിൽ ചിന്തയൊന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമോ എന്നുള്ള ഗൂഢാലോചനകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പുറത്തു ഒരു വിവരങ്ങൾ. എന്നാലും അത് സ്ഥിരീകരിക്കാത്തതുകൊണ്ട് നമുക്കത് പറയണ്ട. എന്താണ് ചിന്തയുടെ പുതിയ സിദ്ധാന്തം എന്നല്ലേ? ഒന്ന് കേട്ടു നോക്കൂ. എന്നെ സംബന്ധിച്ച് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ, ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട്, പല പല രാജ്യങ്ങളിൽ നിന്ന്, ഫ്രാൻസ്. അതായത് കേരളം, ഇന്ത്യ, ഫ്രാൻസ് അടക്കമുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വരുന്നവരാണ് നമ്മൾ പലരും എന്നാണ് പറയുന്നത്. ഇന്ത്യ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിലെ ഒരു സംസ്ഥാനമാണ് കേരളം. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പെടുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അതുപോലെയാണ് യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ പെടുന്നതാണ് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം. PhD ഉള്ള ചിന്തയ്ക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ചിന്തയുടെ PhD ഒന്നുകൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പണ്ട് വാഴക്കൊലയുമായി ബന്ധപ്പെട്ട ചിന്തയുടെ PhDയുടെ ഉള്ളടക്കവും സാരാംശങ്ങളും ചിന്തയുടെ കോപ്പിയുടെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ചിന്ത പാർട്ടിയെ ഇല്ലാതാക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ആര്യ രാജേന്ദ്രൻ ഇതുപോലെ പാർട്ടിയെ പണിഞ്ഞ് അവസാനം തിരുവനന്തപുരം കോർപ്പറേഷൻ ഈസിയായി BJPക്ക് കിട്ടി എന്നുള്ളത് നമ്മളൊക്കെ കണ്ടു എന്നുള്ളതാണ്. ഇപ്പോ എന്താ പറയുക, അറിവില്ലായ്മ ഒരു കുറ്റമാണ് എന്നല്ല പറയുന്നത്. ഇപ്പൊ പല കാര്യങ്ങളും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്നോട് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുന്നതിൽ ഇപ്പോൾ 10 ചോദ്യം ചോദിച്ചാൽ ഒരു 6 എണ്ണം പോലും എനിക്കറിയണമെന്നില്ല. പക്ഷേ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ച് ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള് എന്ത് കാര്യം പറഞ്ഞാലും ആ പാർട്ടിയെ കൂടെ ബാധിക്കും എന്നത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. എന്തിനാണ് ഇങ്ങനെ ട്രോളുകൾക്കും ഇങ്ങനെ ഈ വിവരമില്ലായ്മ എന്ന് ആളുകളെ പറയിപ്പിക്കാനും അല്ലെങ്കിൽ ആളുകൾക്ക് പറയുവാനും ഒക്കെ ഇടവരുത്തി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ചിന്തയുടെ ഇതിനു മുൻപ് ക്യൂബയിൽ പോയപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഞാൻ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ചിന്തയെ ട്രോളാനും ചിന്തയോട് ചിന്തയില്ലാതെ പറയുന്ന കാര്യങ്ങളിൽ മറുപടി പറയാനൊന്നും വയ്യാത്തത് കൊണ്ടാണ് പലതും ഇപ്പൊ കണ്ടാലും എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെയാണ് ഈ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്നലെ ഇത് കണ്ടപ്പോൾ ഇതിന്റെ താഴെ വന്ന കമന്റ് കണ്ടപ്പോഴാണ് ആളുകൾ പറയുന്നത് എന്താ അതിദാരിദ്ര്യമുക്ത കേരളം എന്നാണ് പിണറായി വിജയൻ നമ്മുടെ സംസ്ഥാനത്തെ ഈ അടുത്ത കാലത്ത് വലിയ നേട്ടം. കാരണം ലോകത്ത് ഒരു സംസ്ഥാനവും ആകാത്ത നിലയിലേക്ക് കേരളത്തെ പിണറായി വിജയൻ കൊണ്ടെത്തിച്ചു. അതുപോലെ സാക്ഷരതയിലും കേരളം മുന്നിലാണ്, വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മുന്നിലാണ്, ആരോഗ്യ മേഖലയിൽ കേരളം മുന്നിലാണ്, സാമ്പത്തിക മേഖലയിൽ കേരളം മുന്നിലാണ്. ഇനി CPM ഭരിക്കുമ്പോൾ കേരളം മുന്നിലാകാത്ത ഒരു ഇതും ഇല്ലെന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ആരോഗ്യ മേഖല കണ്ട് വല്ലാത്ത ആഗ്രഹം തോന്നി. ഈ ആരോ ഒരു ട്രോൾ എഴുതിക്കുന്നുണ്ട്, റിച്ചാർഡ് സായിപ്പൊക്കെ മരിക്കാനായി കേരളത്തിലെ മോർച്ചറി തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതായത് മരിച്ചു കഴിഞ്ഞ് കേരളത്തിലെ മോർച്ചറി കൊണ്ടിരിക്കണം. കാരണം ആരോഗ്യ മേഖല അത്രയും മികച്ചതാണ്. അത്രമാത്രം നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ റോഡ്, നമ്മുടെ പൊതുമരാമത്ത് ഒക്കെ ഭയങ്കര കിടിലോ എന്നാണ് പറയുന്നത്. അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിലൊന്നും ഇവിടെ എന്താ പറയുക എങ്ങനെയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിൽ നമ്മൾ കൂടുതൽ കൈകടത്തലുകൾ നടത്തി വെറുതെ CPMന് വീണ്ടും പണി വാങ്ങിച്ചു കൊടുക്കേണ്ട. ഒരു കാര്യമേ പറയാനുള്ളൂ, ഇത്തരം ആളുകളോട്
ആര്യ രാജേന്ദ്രൻ ഭരിച്ച് 40 വർഷത്തോളം കയ്യിലിരുന്ന ഒരു കോർപ്പറേഷൻ കൊണ്ടുപോയി BJP കൊടുത്തു. BJP അത് കൈകാര്യം ചെയ്തോളി. കഴിഞ്ഞ ദിവസവും ആരോ പറയുന്നത് കേട്ടു, VV രാജേഷിനെ പോലൊരു മേയറെയാണ് തിരുവനന്തപുരം ആഗ്രഹിച്ചിരുന്നത്. കാരണം നേരത്തെ ഇരുന്ന മേയറെയൊക്കെ കാണണമെങ്കിൽ 2-3 മണിക്കൂർ അവിടെ കാവല് നിൽക്കണം. പിന്നെ ചെന്ന് കണ്ടാൽ മുഖം ഇരിക്കുന്ന കണ്ടാൽ ഇവറ്റകളിൽ നിന്ന് നമ്മൾ എന്തോ വാങ്ങിയിട്ട് അത് പിന്നെ ചോദിക്കാൻ ചെല്ലുന്നത് അത് കൊടുക്കാൻ ചെല്ലുന്നത് പോലെയാണ് ഇവറ്റകളുടെയൊക്കെ മുഖം കണ്ടാലെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. കാരണം വികസനമില്ല, അഴിമതിയുണ്ട്, കെടുകാര്യസ്ഥതയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, പിൻവാതിൽ നിയമനമുണ്ട്. CPM നടക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒട്ടുമിക്ക കോർപ്പറേഷനിലെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രൻ വന്നതിന് ശേഷം ഉണ്ടായ ഒരു അധപ്പതനം കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. പാർട്ടിയിലെ ജില്ലാ ഘടകത്തിൽ തന്നെ അതിൽ വിമർശനം ഉന്നയിച്ചു. VK പ്രശാന്ത് അടക്കമുള്ളവർ ആര്യയുടെ ഭരണം ഒരുപക്ഷെ തിരുവനന്തപുരത്തെ CPM-ൽ നിന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളെ അകറ്റിയത് പോലും, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ജനങ്ങളെ അകറ്റിയത് പോലും ആര്യ രാജേന്ദ്രന്റെ പിന്നെ കഴിവില്ലായ്മയും പിന്നെ ഈ ഭരിക്കാൻ അറിയാത്ത കാര്യങ്ങളും ഒക്കെ തന്നെയാണ് എന്നുള്ളത് വന്നു. ഇതിനിടയ്ക്ക് അമേരിക്കയിലോ എവിടെ പോയി ഒരു അവാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിന്റെ പേരിലും കുറേ ട്രോളുകൾ വാങ്ങിക്കൂട്ടി. പിന്നെ ഇംഗ്ലീഷ് IAS ആവണം എന്ന് പറഞ്ഞു. അതിലൊന്നും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ ഒരു ജനപ്രതിനിധിയാണ്, കുറെ കാര്യങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഇപ്പൊ പല മാധ്യമപ്രവർത്തകർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും എടുത്തിട്ട് ട്രോളിനാണ്. ശരിയാണത്. ഇപ്പൊ മാധ്യമപ്രവർത്തകരാരും ഇംഗ്ലീഷ് പിന്നെ അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുന്നവരല്ല. ഒരുപക്ഷെ ചില ആളുകൾക്ക് കേട്ടാൽ മനസ്സിലാകും, ചില ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും, പറയാൻ അറിയാമായിരിക്കും, ചിലർക്ക് പറയാനും സംസാരിക്കാനും എഴുതാനും ഒക്കെ അറിയായിരിക്കും. ഇങ്ങനെ മാധ്യമപ്രവർത്തകർ ഉണ്ടാകാം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ പിന്നെ എന്താ പറയുക, ഒഴിവാക്കപ്പെട്ടിട്ടുള്ള നമ്മളെയൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം പലയിടത്തു നിന്നും നമ്മളൊക്കെ തിരസ്കരിക്കപ്പെട്ടത്. എന്തായാലും അത്രയും മാത്രം ജഡ്ജ് ചെയ്യുന്നവരാണ് അതിൻ്റെ അകത്തിരിക്കുന്നവരാണെന്നാണ്. പക്ഷെ അവരോട് ഒരു 5 മിനിറ്റ് തുടർച്ചയായിട്ടൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞാൽ ഈ ചിന്ത അടക്കം, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ അടക്കം ട്രോളുന്നവരൊക്കെ ഇത് പിന്നെ അസാധ്യമായ കാര്യങ്ങളാണ്. പക്ഷെ അവർ ട്രോളുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയണമെന്നല്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ നാളെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അറിയാതെ ഇപ്പൊ അറിയില്ല എന്ന് തന്നെ പറയണം. റഹീമിന് സംഭവിച്ച കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെയാണ് തലയ്ക്കകത്ത് വീടും ചുമന്നുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്നാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു, ഇംഗ്ലീഷ് ടീച്ചർ കൂടിയാണ്, ഡോക്ടറേറ്റ് നേടിയ ആളാണ്. ഡോക്ടർ R. ബിന്ദുവിന്റെ ചില പറച്ചിലുകൾ കേട്ടാൽ ഏത് പിന്നെ യൂണിവേഴ്സിറ്റിയാണ് PhD കൊടുത്തതെന്നും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇവര് പഠിപ്പിച്ചതെന്നും എന്നൊക്കെ നമ്മൾ മൂക്കിൽ വിരൽ വെച്ച് പോകും. കാരണം CPM ആണ്, അവരെന്ത് കാണിച്ചാലും അതെന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. പക്ഷെ ചിന്തയെ ഇങ്ങനെ കയറുകൂടി വിടുന്നത് ഇനി പാർട്ടിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നു. പാർട്ടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം കേരളവും ഇന്ത്യയും, അല്ലെങ്കിൽ അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽപ്പെട്ട ആളെന്ന് പോലും പറയാൻ അറിയില്ലാത്ത പിന്നെ എന്താ പറയുക ഒരു ആളാണ് ചിന്താ ജെറോം എന്നൊക്കെ പറയുമ്പോൾ, സത്യത്തിൽ ഈ വിവരമില്ലാത്തവരുടെ ഒരു അസോസിയേഷൻ തുടങ്ങിയാൽ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ CPM-ൽ നിന്നും ഉള്ളവരായിരിക്കും എന്ന് തോന്നുന്നത് പലരും പറഞ്ഞാൽ അവരെ നിങ്ങൾ തെറി വിളിച്ചിട്ടോ, നിങ്ങൾ പിന്നെ എന്താ പറയുക കുറെ മോശം, ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ താഴെ വന്ന് കുറെ പേർ മോശം കമന്റ് ഇട്. ഇപ്പോൾ എനിക്ക് 100% എല്ലാ കാര്യവും അറിയാമെന്ന് പറഞ്ഞിട്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്. നമ്മൾ പറയുന്നതിൽ തെറ്റുകൾ സംഭവിക്കാം, മിസ്റ്റേക്കുകൾ വരാം, നമ്മളെ ഇഷ്ടമില്ലാത്തവരുണ്ടാകാം, നമ്മളെ കേൾക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാകാം. എല്ലാവരെയും പിന്നെ എന്താ പറയുക പിന്നെ 100% എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരുടെയും പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ടോ ഒന്നും പോകാമെന്ന് ഞാൻ ആർക്കും ഒരിടോ എഴുതി കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്നെ വിമർശിക്കുന്നവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം തെറ്റുകൾ തിരുത്തി പോകുമ്പോഴാണ്, വിളിച്ചു പറയുമ്പോഴാണ് നമുക്ക് തിരുത്താൻ കൂടുതൽ കഴിയുന്നത് എന്നുള്ളതാണ്. ആ തെറ്റുകൾ തിരുത്തി തന്നെ പോകാനാണ് താല്പര്യം. അതുകൊണ്ട് പിന്നെ ഈ എല്ലാം അറിയാം എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ എണ്ണമുണ്ട്. ചിന്താ ജെറോമിന് ഇപ്പോഴും താഴ്ത്തിക്കെട്ടിയോ നാണം കെട്ടിയോ സംസാരിക്കുന്നതല്ല, ചിന്ത കുറച്ചുകൂടി പക്വതയോടെ ഇനിയെങ്കിലും പെരുമാറണം. പാർട്ടി ഇങ്ങനെ എപ്പോഴും നാണം കെടുത്താൻ ആ പാർട്ടി നിങ്ങൾക്ക് അതിലേക്കൊരു അവസരം തന്നില്ലേ, ആ ഒരു നന്ദിയെങ്കിലും പാർട്ടിയോട് കാണിക്കണം എന്നാണ് ചിന്തയോട് പറയാൻ.